നമുക്കെല്ലാവർക്കും ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്. അതായത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്. പല രീതിയിലുള്ള ഗെയിംസ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുവരെ അവൈലബിൾ ആകാത്ത 2 ഗെയിമുകളാണെന്നാണ് എനിക്ക് തോന്നിയത്. GTA City അതുപോലെ നമ്മുടെ ട്രക്ക് സിമുലേറ്റർ. അതായത് ഈ ഒരു PC-യിൽ കളിക്കുന്ന ഗെയിമുകളാണ് ഈ ഒരു GTA City അതുപോലെ ട്രക്ക് സിമുലേറ്റർ എന്ന് പറയുന്ന ഗെയിം. അപ്പം ഈ ഒരു ഗെയിമുകളുടെ ഒരു കോപ്പി വേർഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഗെയിം കളിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഗെയിമുകളുടെ ഗെയിം പ്ലേ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ, ആ ഗ്രാഫിക്സും കാര്യങ്ങളും അതുപോലെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതേ ഒരു ഫീൽ കിട്ടുന്ന 2 ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഗാങ്സ്റ്റർ ന്യൂ ഓർലിയൻസ് എന്ന് പറയുന്നൊരു ഗെയിമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ GTA Cityയുടെ കോപ്പി എന്ന് പറയുന്നത്. GTA Cityയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഈ ഒരു ഗാങ്സ്റ്റർ ന്യൂ ഓർലിയൻസ് എന്ന് പറയുന്ന ഗെയിമിൽ ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റൊരു വ്യക്തിയുടെ കാർ സ്റ്റീൽ ചെയ്യണോ അല്ലെങ്കിൽ മോഷ്ടിക്കണോ അത് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ടൊരു ഐലൻഡ് വേണോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് വേണോ അത് ചെയ്യാൻ പറ്റും. പക്ഷേ ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റായ ഒരു ഐലൻഡ് ഉണ്ടാവും. നമ്മൾ ഏത് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് തരുമൊന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യണമല്ലോ. അതുപോലെ തന്നെയാണ് ഇതിലും നമ്മൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ കോയിൻസും കാര്യങ്ങളും കളക്ട് ചെയ്ത ശേഷം നമ്മളിങ്ങനെ ഹൗസ് ബിൽഡ് ചെയ്യുന്നു. നമുക്ക് പ്രൈവറ്റായിട്ട് ഒരു ഐലൻഡ് തന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് ഓരോന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ടുള്ളൊരു എയർപ്ലെയിൻ ലാൻഡിങ് കാര്യങ്ങളും അതുപോലെ നമുക്ക് എന്താ പറയുക, ഹെലിപ്പാഡ് കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു പ്രൈവറ്റ് ഐലൻഡിൽ പോയ ശേഷം അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. 11 മണിക്കൂർ അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ കളക്ട് ചെയ്യാൻ, അതായത് കുറച്ച് കോയിൻ കിട്ടും. അത് നമുക്ക് 11 മണിക്കൂർ കഴിയുന്നതിന് തോറും നമുക്കിതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അല്ലാതെ കോയിൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു കോയിൻ കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഐലൻഡിൽ ഹൗസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഹൗസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ കാർ പോർച്ച്, പിന്നെ എന്താ പറയുക, സ്വിമ്മിംഗ് പൂൾ, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു 11 മണിക്കൂർ കഴിയുന്തോറും കിട്ടുന്ന ആ ഒരു കോയിൻസ് നിങ്ങൾ കളക്ട് ചെയ്യണം. നിങ്ങൾ ആ ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഐലൻഡ് അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ ഒരു മെൻഷനാക്കി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു താവളമാക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു മെയിൻ കാര്യമാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പല റിവാർഡ്സും കാര്യങ്ങളും കിട്ടും. അത് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഡയമണ്ട്സ് കിട്ടും, ഹെൽത്ത് കിട്ടും, അതുപോലെ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അതായത് ഗണ്ണായിക്കോട്ടെ, അതുപോലെ തഗ്സ് ആയിക്കോട്ടെ. ഈ തഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സിറ്റി കൈയേറും. അതായത് നമുക്ക് ആ ഒരു മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും, നിങ്ങൾ ഇന്ന സിറ്റി കൈയടക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റി കൈയടക്കാനായിട്ട് നിങ്ങൾക്ക് പടയാളികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ബോഡി ഗാർഡ്സ് വേണം. അപ്പോൾ അതാണ് ഈ ഒരു തഗ്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് ഫ്രീ ആയിട്ട് അവർ തരും. അതുപോലെ നമ്മൾ ഓരോ ലെവൽ അപ്പ് ചെയ്യണതനുസരിച്ച് അതിനനുസരിച്ച് തരും. പിന്നുള്ളതെന്ന് പറയുന്നത് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് 2 രീതിയിലുള്ള പരസ്യം കാണുന്ന സംഭവമുണ്ട്. നമുക്ക് ഡയമണ്ട്സ് കിട്ടാൻ വേണ്ടി പരസ്യം കാണുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഫ്രീ ആയിട്ട് ഐറ്റംസ് കിട്ടാൻ വേണ്ടി പരസ്യം കണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഐറ്റംസ് കളക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി, അതായത് ഇപ്പം ഒരു ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ജാറ് കിട്ടും. അത് നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തുനിന്ന് പല ഓപ്ഷൻസും പല റിവാർഡ്സും കിട്ടും. രണ്ടാമത്തെന്ന് പറയുന്നത് 2 ദിവസം കൂടുന്തോറും ഒരു ജാർ വെച്ച് കിട്ടും. ജാറെന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ പാറ്റേൺ പോലെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ അടിച്ച് അൺലോക്ക് ചെയ്ത ശേഷം നമുക്ക് അതിനകത്ത് പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ജാറിനകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ സംഭവം നോക്കാനുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഗെയിം ഫേക്ക് ആണോ അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ വെറുതെ പറയണതല്ല, എനിക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രാഫിക്സും കാര്യങ്ങളും ഈ ഒരു ഗെയിമിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് അതുപോലെ തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ മൊബൈലിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ലെവലിലൊരു ഗ്രാഫിക്സും കാര്യങ്ങളും ആ ഒരു ഗെയിം പ്ലേ ഒക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഇതുപോലെ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം. ഞാനിങ്ങനെ GTA City സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ GTA City എന്ന് പറയുന്നതേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു കോപ്പി വെർഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ഗെയിംസ് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഗെയിം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ കണ്ടെത്തിയത്. ഞാനല്ല കണ്ടുപിടിച്ചത്, എന്നാലും കിട്ടിയത്. അത് ഞാൻ കളിക്കാൻ വേണ്ടി ഏകദേശം 1-1.5 വർഷമാറായി. അതിനുശേഷമുള്ള റിസൾട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഈ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ ഇതിനകത്തുനിന്ന് ഗെയിം കളിച്ച് ഓരോ കാര്യങ്ങളും ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഇത് ഫേക്ക് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പല ആപ്ലിക്കേഷനുകളും ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ GTA Cityയുടെ കോപ്പി എന്ന് പറയുന്ന ഒരു ഗെയിം. രണ്ടാമത്തെ ഗെയിമാണ് ട്രക്ക് സിമുലേറ്റർ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഗെയിം. ഇതിലും എന്താ പറയുക, ഒരു വേറെ ലെവൽ സാധനം. ഞാൻ അറിയാണ്ട് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതായത് അതിൻ്റെ ഒരു ഞാനിങ്ങനെ ഡ്രൈവിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഇത് ഇങ്ങനെ കണ്ടു കിട്ടിയത്. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. എൻ്റെ പൊന്നോ, ഇത് നമ്മുടെ PC-യിൽ കളിക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. നമുക്ക് ഓരോ ടാസ്കുകളുണ്ട്. നിങ്ങൾ ട്രക്ക് സിമുലേറ്ററിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനകത്ത് നമ്മൾ പല ടാസ്കുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പിന്നെ ഓരോ സാധനം ഇങ്ങനെ
എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനാണ് ഈ ഒരു ട്രക്ക് സിമുലേറ്റർ എന്ന് പറയുന്ന ഗെയിം. അപ്പോൾ നമ്മൾ പല ടാസ്കുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പൈസയും കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ള ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ നമ്മുടെ ആ ഒരു ട്രക്ക് സിമുലേറ്റർ PC ഗെയിമിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ലൈവായിട്ട് ഫുഡ് ഈറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരും. അതൊക്കെ ഞാൻ ഈ ഒരു ഗെയിം പ്ലേയിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ ഗെയിം പ്ലേയും കാര്യങ്ങളും കാണിച്ചു തരാം. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നമുക്ക് പല രീതിയിലുള്ള വെതറും കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് മഞ്ഞത്തൂടെ പോകണേ, അതുപോലെ മഴയിലൂടെ പോകണത്, അല്ലെങ്കിൽ വെയിലിലൂടെ പോകണേ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക മരുഭൂമിയിലൂടെ പോകണേ, ആ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് വണ്ടി കഴുകാനുള്ള ഓപ്ഷൻ, അതായത് നമുക്ക് പെട്രോൾ പമ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വണ്ടി വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി കുറേ ഓടി കഴിയുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ പറ്റുമല്ലോ, ആ ഒരു എഫക്റ്റും കാര്യങ്ങളും നമ്മൾ ആ ഒരു ട്രക്കിൽ കാണാൻ പറ്റും. ആ ഒരു പെട്രോൾ പമ്പിൽ, അല്ലെങ്കിൽ പെട്രോൾ പമ്പ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫുഡ് വാങ്ങാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പറ്റും, പിന്നെ നമ്മുടെ ഈ ഒരു വണ്ടി വാഷ് ചെയ്യാൻ പറ്റും. ചില പെട്രോൾ പമ്പിൽ മാത്രമായിരിക്കും ഈ ഒരു വണ്ടി വാഷ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവുക. ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അത് കളിക്കുമ്പോൾ ഉള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു പെട്രോൾ പമ്പിലായിരിക്കും നമുക്ക് ഈ വാഷ് ചെയ്യണത്. അതുപോലെ ചില ഹോട്ടലുകളിലും കാര്യങ്ങളിലും നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ലൈവായിട്ട് ഹോട്ടൽ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഗെയിം നിങ്ങൾ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് നമ്മുടെ ആ ഒരു ഡ്രൈവറിൻ്റെ ആ ഒരു ലൈവ് കാര്യങ്ങൾ, അതായത് ഉറക്കം എങ്ങനെയുണ്ട്, അതുപോലെ ഫുഡ് കഴിച്ച കാര്യങ്ങൾ, ഫുഡ് കഴിക്കാതിരിക്കുകയോ അതുപോലെ ഉറങ്ങാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർ എന്താ പറയുക, നമ്മൾ മനുഷ്യരെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു സിസ്റ്റത്തിലും വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ആ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അതായത് ഫുഡ് ഐറ്റംസ്, ഡ്രിങ്ക്സ്, അതുപോലെ കഴിക്കാനുള്ള സാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങാൻ പറ്റും. നമുക്ക് വണ്ടിയിൽ നിന്ന് കഴിക്കാൻ പറ്റും. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു അടിപൊളി ഗെയിമാണ്. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ 2 ഗെയിം ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പല ആപ്ലിക്കേഷൻ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഈ 2 ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് 2 ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് 10-15 ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ ഈ ഒരു 2 ആപ്ലിക്കേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നേ ഉള്ളൂ. നമ്മൾ പല ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന 2 ആപ്ലിക്കേഷനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു GTA-5 അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഗ്യാങ്സ്റ്റർ നോഉട ആ ഒരു ഗെയിമിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ, അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം വെച്ചാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു, ആദ്യമായിട്ട് കളിക്കുന്ന വ്യക്തിക്ക്. പിന്നെ ഇത് നമ്മൾ ഓരോന്ന് ഇങ്ങനെ പഠിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു 2 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ളൂ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.